സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എൻ്റെ കുടുംബക്ഷേത്രത്തിലോട്ടാണ്. അപ്പോൾ രാവിലെ ഒരു 6:30 ആകുമ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ അങ്ങനെ ഒരു 7:30 ആകുമ്പോൾ നമ്മൾ പാലക്കാട് എത്തി നേരെ NH കയറി കേട്ടോ. അങ്ങനെ കോയമ്പത്തൂരൊക്കെ എത്താനാകുമ്പോഴത്തേക്കും മഴയൊക്കെ മാറി അത്യാവശ്യം വെയിൽ. പിന്നെ കോയമ്പത്തൂർ ബൈപ്പാസ് തുടങ്ങിയ വേണ്ട തന്നെ നമ്മൾ ഹോട്ടൽ അതായത് ആനന്ദവാനിൽ കയറി ഒന്നിട്ട് ചായ കുടിച്ചു. അവിടെ തൊട്ടപ്പുറം നോക്കിയപ്പോൾ മഴവില്ലും കണ്ടു. മഴ മാറിയതിൻ്റെ ഒരു ഇതായിരിക്കും. അങ്ങനെ ചായ ഒക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കിട്ടി. ഇപ്പോൾ നമ്മളുള്ളത് ഒരു അമ്പലത്തിന് തൊട്ടപ്പുറത്താണ്. പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് നമ്മളിവിടെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു 9:30 ആയപ്പോൾ നമ്മുടെ അമ്പലത്തിൽ നമ്മൾ എത്തിച്ചേർന്നു. ഈ അമ്പലത്തിന്റെ പേര് കൊണ്ടത്തമ്മൻ കോയിൽ. പിന്നെ ഈ അമ്പലത്തിലെ പ്രതിഷ്ഠ മാരിയമ്മയാണ് കേട്ടോ. ഞങ്ങളുടെ കുടുംബത്തിലെ ആരുടെ കല്യാണം കഴിഞ്ഞാലും ഈ അമ്പലത്തിൽ വന്നിട്ട് ഒരു പൂജ ചെയ്യും കേട്ടോ. അതിനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു 11:30 പൂജയ്ക്ക് സമയമായി കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അകത്ത് കയറി പൂജയൊക്കെ ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ പോയുള്ള ആചാരം പോലെ വന്നിട്ടുണ്ട്. ഫോട്ടോഷോപ്പ് കഴിഞ്ഞ് അവിടെ നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. നമ്മൾ അങ്ങനെ ഒരു ഒഴിവായ സ്ഥലത്ത് വണ്ടി നിർത്തി ഫുഡ് കഴിക്കും. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, കോയമ്പത്തൂർ കഴിഞ്ഞ പാടെ നല്ല ചൂടുണ്ടായിരുന്നു. മഴയ്ക്ക് ഒരു മഴ പോലുണ്ടായിരുന്നു. അങ്ങനെ പോകുമ്പോൾ കോയമ്പത്തൂർ എത്തിയ പാടെ അത്യാവശ്യം നല്ലൊരു മഴ പെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് കഞ്ചിക്കോടാണ്. കഞ്ചിക്കോട് ചായ കുടിക്കാൻ വേണ്ടി നിർത്തി കേട്ടോ. അപ്പോൾ ഒരു ബോണ്ടിയും ചായയും കൂടി വെസ്റ്റേൺ ഗൈഡ്സിൻ്റെ ഭംഗി ആസ്വദിച്ച് നമ്മൾ വിട്ടിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.